ഞാനിവിടെ 1/2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂ നട്ടാണ്. ഇതൊരു 10-12 കാഷ്യൂ നട്ട് ഉണ്ട്. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. കാഷ്യൂ നട്ട് 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. തരിതരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി കഴിഞ്ഞതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. പിന്നെ ഈ കറിക്ക് ആവശ്യമുള്ളത്ര പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ കറിക്ക് എത്രത്തോളം എരിവ് വേണോ അത്രയ്ക്ക് ആവശ്യമുള്ള പച്ചമുളക് ആഡ് ചെയ്യുക. നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ മതി കേട്ടോ. ഒരുപാട് വഴന്നു പോകരുത്, കാരണം നമുക്കിനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് വഴറ്റാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ചെറിയ സവാള ആണെങ്കിൽ ഒരു 2 ചെറിയ സവാള ചേർത്തോളൂ. ഇത് വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പകുതി ചേർത്തത് കേട്ടോ. ഇനി സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് അത് വാടി വരും. ഈ സവാളയുടെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒന്നും കൂടി ഒന്ന് വഴണ്ട് വരാനുണ്ട്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും വഴന്നു വന്നാൽ മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിരിക്കണതല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഉണ്ടോ. ഈ ഒരു ടീസ്പൂണിൽ നിറച്ച് ഞാൻ മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഈ കോളിഫ്ലവർ ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ആവിയിൽ തന്നെ കിടന്ന് കോളിഫ്ലവർ വെന്തോളും. ഏകദേശം ഒരു 15-16 മിനിറ്റിൽ വേവുന്നതാണ്. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ നിങ്ങളൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വെക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും വേവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുമ്പ് പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 15-16 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ പെട്ടെന്ന് അത് ഒരു 15-16 മിനിറ്റിൽ കുക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ആ കാഷ്യൂ നട്ട് അരച്ചത് ചേർക്കാം. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലും ചേർക്കാം. ഇത്തിരി കട്ടിക്ക് എടുത്തേക്കണ തേങ്ങാപ്പാലാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാലും കാഷ്യൂ നട്ടും ചേർത്തുകൊണ്ട് കറി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുറുകിപ്പോവും. അപ്പം അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തുണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് കുറുകും. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഉപ്പുണ്ടോ എന്നുള്ളത്. ഇത്തിരി കുറവാണ്, ഇത്തിരി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ വെള്ളം ചേർത്തത് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ആ വെള്ളമാണ് ചേർത്തത്. അപ്പോൾ ഓൾറെഡി തിളച്ച വെള്ളം ആയതുകൊണ്ട് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആവി ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി കറിവേപ്പില ചേർത്തിട്ടുണ്ട്, അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും കോളിഫ്ലവർ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസൊക്കെ എന്നെ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു ഡിഷായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.